സഞ്ജു സാംസൺ പടിയിറങ്ങിയ ശേഷം ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് അധികം വർത്തമാനങ്ങളൊന്നും കേൾക്കാറില്ലല്ലോ. ആരാധകരിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. ശരിയാണ്, രാജസ്ഥാൻ റോയൽസിന് വലിയൊരു ആരാധക ബന്ധമുണ്ടായതിന് പിന്നിൽ സഞ്ജു സാംസന്റെ റോൾ എത്രയാണെന്ന് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. രവീന്ദ്ര ജഡേജയും സാം കർണും ടീമിനൊപ്പം ചേർന്നതാണ് ഇക്കുറി രാജസ്ഥാനിൽ നിന്ന് നമ്മൾ കേട്ട ഏറ്റവും വലിയ വാർത്ത. മിനി ഓപ്ഷനിൽ രവി ബിഷ്ണോയിയെ 7 കോടി മുടക്കി ടീമിലെത്തിച്ചതാണ് സീസണിന് മുമ്പ് അവർ നടത്തിയ ഏറ്റവും വലിയ നീക്കം. ആദം മിൽനേക്കായി മുടക്കിയത് 2.4 കോടി. സുശാന്ത് മിശ്ര, വിഘ്നേഷ് പുത്തൂർ, യശ്രാജ് പുഞ്ച, രവി സിംഗ്, അമൻ റാവു, ബ്രിജേഷ് ശർമ്മ, കുൽദീപ് സെൻ. ഇക്കുറി മിനി ഓപ്ഷനിൽ ടീം തട്ടകത്തിലെത്തിച്ച മറ്റു പേരുകൾ ഇവയാണ്. ഇക്കൂട്ടത്തിൽ 21-കാരൻ അമൻ റാവു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. കഴിഞ്ഞ ദിവസം വിജയ് ഹസാരെ ട്രോഫിയിൽ ബംഗാളിനെതിരെ ഡബിൾ സെഞ്ചുറി അടിച്ചതോടെയാണ് അവൻ്റെ പേര് ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ നിറയുന്നത്. രാജസ്ഥാന്റെ ഫ്യൂച്ചർ എന്നാണ് ഇപ്പോൾ പലരും അമനെ വിശേഷിപ്പിക്കുന്നത്. ലിസ്യ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് തൻ്റെ 3ാം മത്സരത്തിലാണ് അമൻ ഈ വലിയ നേട്ടത്തിൽ തൊടുന്നത് എന്നോർക്കണം. അതും മുഹമ്മദ് ഷമിയും ആകാശ് ദീപും മുകേഷ് കുമാറും ഷഹബാസ് അഹമ്മദുമൊക്കെ അണിനിരക്കുന്ന ബംഗാൾ ബോളിംഗ് നിരക്കെതിരെ. നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ 154 പന്ത് നേരിട്ടാണ് അവൻ ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. അതും ഇന്നിങ്സിലെ അവസാന പന്തിനെ ഗാലറിയിലെത്തിച്ച്. അവസാന 3 പന്തിൽ അവന് ഡബിൾ സെഞ്ചുറിയിലെത്താൻ വേണ്ടിയിരുന്നത് 14 റൺസാണ്. ആദ്യ പന്തിനെ നിലം തൊടാതെ അതിർത്തി കടത്തിയ അവൻ തൊട്ടടുത്ത പന്തിൽ ഡബിൾ ഓടിയെടുത്തു. ഒടുക്കം അവസാന പന്തും ഗാലറിയിലെത്തിച്ച് ആ മാന്ത്രിക സംഖ്യയിൽ തൊട്ടു. 13 സിക്സും 12 ഫോറുകളും അടങ്ങുന്നതായിരുന്നു അവൻ്റെ ഇന്നിങ്സ്. കാം ആൻഡ് കമ്പോസ്ഡ്. ബാറ്റ് പിടിച്ച് കൈത്തഴക്കം വന്ന ഒരാളുടെ പക്വതയുണ്ടായിരുന്നു ആ ഇന്നിങ്സിന്. ഓപ്പണറായി ക്രീസിലെത്തുന്നു. ആദ്യ 10 ഡെലിവറികളിൽ നിന്ന് അവൻ്റെ ബാറ്റിൽ നാകെ പറന്നത് 3 റൺസാണ്. അർദ്ധ സെഞ്ചുറികൾ തൊട്ടത് വെറും 65 പന്തിൽ. പതിയെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയ താരം 107 പന്തിൽ ലിസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറികൾ തൊട്ടു. പിന്നെ വെടിക്കെട്ടിന് തിരികൊളുത്തി. 150-ലെത്തിയത് വെറും 134 പന്തിൽ. 46-ാം ഓവറിൽ തുടരെ സിക്സറുകൾ പറത്തിയാണ് ഹൈദരാബാദ് താരം ഡാഡി 100-ൽ തൊട്ടത്. പിന്നെ 200-ലേക്ക് എത്താൻ എടുത്തത് വെറും 20 പന്തുകൾ. ഷമി, മുകേഷ് കുമാർ, ആകാശ് ദീപ് ത്രയത്തിനെതിരെ മാത്രം 8 സിക്സറുകൾ ഉൾപ്പെടെ അവൻ അടിച്ചെടുത്തത് 120 റൺസ്. 40 ഓവർ പൂർത്തിയാക്കുമ്പോൾ വെറും 228 റൺസായിരുന്നു ഹൈദരാബാദ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന ഓവറുകളിൽ അവൻ എരിഞ്ഞു കത്തിയതോടെ 10 ഓവർ കൊണ്ട് സ്കോർ ബോർഡ് കണ്ടത് 124 റൺസ്. ഒടുക്കം 353 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഹൈദരാബാദ് ബംഗാളിന് മുന്നിൽ ഉയർത്തിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ രാഹുൽ സിംഗ് ഗെഹ്ലോട്ടിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നുണ്ട് അവൻ. മറുപടി ബാറ്റിംഗിൽ ബംഗാളിന് 245 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഹൈദരാബാദിന് 107 റൺസിൻ്റെ കൂറ്റൻ ജയം. 10 ഓവറിൽ 58 റൺസ് വഴങ്ങി 4 വിക്കറ്റ് പിടിച്ച മുഹമ്മദ് സിറാജിൻ്റെ പ്രകടനവും ഹൈദരാബാദ് വിജയത്തിൽ നിർണായകമായി. ലിസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞയാഴ്ചയായിരുന്നു അവൻ്റെ ഡെബ്യൂ. അതേസമയം T20 ക്രിക്കറ്റിൽ 11 മത്സരങ്ങൾ കളിച്ച താരം 33 ശരാശരിയിൽ 301 റൺസ് തൻ്റെ പേരിൽ ഇതിനോടകം കുറിച്ചു കഴിഞ്ഞു. 162 സ്ട്രൈക്ക് റേറ്റ്. അണ്ടർ 23 സ്റ്റേറ്റ് ലെവലിൽ പുലർത്തിയ കൺസിസ്റ്റൻസിയാണ് അവന് ബിഗ് സ്റ്റേജുകളിലേക്കുള്ള വാതിൽ തുറന്നത്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്കെതിരെ ഷർദുൽ താക്കൂറിൻ്റെ ആദ്യ ഓവറിൽ തന്നെ അവൻ നടത്തിയ വെടിക്കെട്ട് ഒരു വലിയ സിഗ്നലായിരുന്നു. 24 റൺസാണ് താക്കൂറിൻ്റെ ഓരോ ഓവറിൽ 21-കാരൻ അടിച്ചെടുത്തത്. 29 പന്തിൽ പുറത്താകാതെ 52 റൺസാണ് അന്ന് ഹൈദരാബാദ് ഓപ്പണർ അടിച്ചെടുത്തത്. ബാറ്റ് വീശിയത് 179 സ്ട്രൈക്ക് റേറ്റിൽ. വിജയ് ഹസാരെ ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി കുടിക്കുന്ന 8ാമത്തെ താരമാണ് അവൻ. ഈ സീസണിൽ നേരത്തെ ഒഡീഷയുടെ സ്വസ്തിക് സമാലും ഡബിൾ സെഞ്ചുറികൾ തൊട്ടിരുന്നു. ഏതായാലും 30 ലക്ഷം മുടക്കി അവനെ തങ്ങൾ തട്ടകത്തിലെത്തിച്ചത് വെറുതെയൊന്നുമല്ലെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ. ഇക്കുറി പഞ്ചാബ് നിലനിർത്തിയ മലയാളി താരം വിഷ്ണു വിനോദും വിജയ് ഹസാരയിൽ മികച്ച ഫോമിലാണ്. ഇന്നലെ പുതുച്ചേരിക്കെതിരെ കേരളം തകർപ്പൻ ജയം കുറിച്ചത് വിഷ്ണു വിനോദിൻ്റെ സെഞ്ചുറിക്കരുത്തിലാണ്. പുതുച്ചേരി ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം കേരളം മറികടന്നത് വെറും 29 ഓവറിൽ. T20 മോഡിൽ ബാറ്റ് വീശിയ വിഷ്ണു പുറത്താകാതെ 162 റൺസാണ് അടിച്ചെടുത്തത്. 14 സിക്സറുകളും 13 ബൗണ്ടറികളും താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പറന്നു. ബാറ്റ് വീശിയത് 192 സ്ട്രൈക്ക് റേറ്റിൽ. അടിച്ചെടുത്ത 162-ൽ 136 റൺസും പറന്നത് ബൗണ്ടറികളിലൂടെ. 36 പന്തിൽ അർദ്ധ സെഞ്ചുറി, 63 പന്തിൽ സെഞ്ചുറി. അടുത്ത 62 റൺ സ്കോർ ചെയ്തത് വെറും 21 പന്തിൽ. വിജയ് ഹസാരയിൽ ഒരു മത്സരത്തിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും വിഷ്ണു വിനോദിനെ തേടിയെത്തി. വിജയ് ഹസാരെ ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരങ്ങളുടെ പട്ടികയിൽ 2ാമതാണ് ഇപ്പോൾ വിഷ്ണു. 106 സിക്സുകളാണ് താരത്തിൻ്റെ പേരിൽ ഉള്ളത്. 108 സിക്സറുകൾ പറത്തിയ മനീഷ് പാണ്ഡെയാണ് 1ാമത്. മലയാളി താരത്തിൻ്റെ വെടിക്കെട്ട് പ്രകടനത്തെ അഭിനന്ദിച്ച് പഞ്ചാബ് ഇന്നലെ തങ്ങളുടെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വി വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ എന്നാണ് അതിന് ടീം നൽകിയ തലവാചകം. 2023 സീസണിലാണ് വിഷ്ണു അവസാനമായി IPL കളിച്ചത്. 2025 പഞ്ചാബിലെത്തിയെങ്കിലും
ഇതുവരെ ടീമിനായി കളത്തിലിറങ്ങിയിട്ടില്ല. ഇക്കുറിയെങ്കിലും പഞ്ചാബ് ജേഴ്സിയിൽ കളത്തിലിറങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് താരം.